എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പതിവ് പോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. പൊന്നു ഇങ്ങോട്ട് നോക്കാം. നോക്കി. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. ഡെയിലി എൻ്റെ മോനെ കാണുന്ന ഫാൻസുകൾക്ക് വേണ്ടി പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. പതിവ് പോലെ ഡ്രസ്സ് ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ അവൻ്റെ മുഖമൊക്കെ ഒന്ന് തുടച്ച് പല്ലൊക്കെ തേച്ച് വന്നു കേട്ടോ. കണ്ണിൻ്റെ പീളയൊക്കെ എടുക്കട്ടെ. നമ്മൾ കഴുകിയിരുന്നാലും കണ്ണിൻ്റെ പീളയൊക്കെ എടുക്കണ്ടേ. നോക്കട്ടെ പൊന്നോ. വായൊക്കെ തുടച്ച് നല്ല സുന്ദരനാണ്ടേ. ദേ പൗഡർ വെച്ചിട്ടുണ്ട്, ക്രീം വെച്ചിട്ടുണ്ട്. അതേ കുഞ്ഞിൻ്റെ ക്രീം കേട്ടോ. അത് കുഞ്ഞിൻ്റെ കാൽപാദത്തിലും കൈപ്പാദത്തിലും ഇട്ട് കൊടുക്കാനാണ്. കുഞ്ഞിൻ്റെ ക്രീം വെച്ചിട്ടുണ്ട്. പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഇന്ന് ബ്ലാക്ക് കളർ ഉടുപ്പാണ് പൊന്നിന്. ഇന്ന് ബ്ലാക്ക് കളർ ഉടുപ്പാണ് ഇടുന്നത്. ഇടുന്നോട്ടെ, തുടക്കട്ടെ പമ്മ. എപ്പോഴും ഈ വൃത്തിയും മെനയൊക്കെ തന്നെ മമ്മിയുടെ പൊന്ന്. പൗഡർ ഇടട്ടെ, കാതിൽ നോക്കട്ടെ. കാതിൽ പൗഡർ ഇടട്ടെ മമ്മ. കാതിൽ വേണം ഇടാൻ. നമ്മുടെ പെറ്റിനൊക്കെ ഉണ്ടല്ലോ, കാതിലൊക്കെയാണ് സ്മെല്ല് വരുന്നത്. അപ്പോൾ കാതൊക്കെ എപ്പോഴും നല്ല ക്ലീനാക്കി വെച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ പുതിയ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ ഇവനെ എങ്ങനെയാണ് നോക്കുന്നത്, ഇവനുമായിട്ടുള്ള ഞങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അവരൊക്കെ ഒന്ന് പഴയ വീഡിയോസ് കാണണം കേട്ടോ. എന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. പഴയ വീഡിയോ ഒക്കെ ഒന്ന് കാണണം. അപ്പോൾ എല്ലാവരും ഒന്ന് പഴയ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇവന് എല്ലാ സാധനങ്ങളും മേടിക്കുന്ന ഞങ്ങളുടെ സ്ഥിരം പെറ്റിക്കട. അവിടുത്തെ ആൾക്കാർ ഇവന് എന്തൊക്കെ കൊടുക്കുന്നു എന്നുള്ളതൊക്കെ ശരിക്കും അറിയാം കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ഉള്ള സബ്സ്ക്രൈബറൊക്കെ ഒന്ന് കാണണം കേട്ടോ പഴയ വീഡിയോ. പിന്നെയെന്ന് വെച്ചാൽ ഇവനെ ഞങ്ങൾ അങ്ങനെ പുറത്തിറക്കാറില്ല. പുറത്ത് പോയി ഇപ്പോൾ മോൻ്റെ വാക്കിന് പോകും. ഇപ്പോൾ എൻ്റെ മോനുണ്ടെങ്കിൽ കൊണ്ടുപോകും കേട്ടോ. എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ ഹസ്ബൻഡൊക്കെ ഒരുവിധം ദൂരെ കൊണ്ടുപോകാം. അത് കഴിഞ്ഞ് ഇപ്പം വലിച്ച് പിടിച്ചു കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം അങ്ങനെ ഇവൻ്റെ ഡാഡി വീണ് മുട്ടൊക്കെ പഴുത്തിട്ടുണ്ട്. ഷുഗറുള്ള ആളല്ലേ. 1 മാസം 2 മാസമൊക്കെ മുട്ട് വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. കാരണം ഇവൻ വലിച്ചു പിടിക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? വേറെ ഒന്നുമല്ല, നമ്മുടെ സ്ട്രീറ്റ് പപ്പീസ് ഇവിടെ മുഴുവനും ഉണ്ട്. അപ്പോൾ നമ്മൾ റോഡുകളിൽ കൊണ്ടുപോകുമ്പോൾ സ്ട്രീറ്റ് പപ്പീസ് എല്ലാം കൂടെ അങ്ങോട്ട് കൂടിയിട്ട് ഇവനെ കടിക്കാൻ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇവൻ വലിച്ചങ്ങോട്ട് പോകുന്നതാണ് അവരുടെ അടുത്തേക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ, നമ്മൾ വീണ് പോകും. അതുകൊണ്ട് എനിക്ക് ഗേറ്റിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടിയിലൊക്കെ കൊണ്ടുപോകും. മലയാളി കടയിൽ പോകുമ്പോൾ ഇവനെ വണ്ടിയുടെ അകത്ത് തന്നെ ഇരുത്തിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരാൾക്ക് മാത്രമേ ബാക്കിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഇവനെയും കൊണ്ട് പോകുന്നത്. പിന്നെ മോനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും. മോന് കംഫർട്ടബിളാണ്. മോൻ കൊണ്ടുപോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. മോനൊന്ന് അവിടെ ഇവിടെയൊക്കെ ഈ റോഡൊക്കെ ചുറ്റി കൊണ്ടുവരും. അപ്പം അങ്ങനെയാണ്. പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ നമ്മുടെ പെറ്റല്ലേ, നമ്മുടെ കൂടെ തന്നെ ബെഡിലും ഒക്കെ കിടക്കുമ്പോൾ അതിൻ്റേതായ നീറ്റ് ആൻഡ് ക്ലീനിലും അതിൻ്റേതായ നീറ്റ്നെസ്സൊക്കെ വേണം. അങ്ങനെ നീറ്റ്നെസ്സിലൂടെയൊക്കെ കഴിഞ്ഞാൽ അവർക്ക് സ്മെല്ലോ ഒന്നും ഉണ്ടാകത്തില്ല. വായിക്ക് സ്മെല്ലോ ഒന്നും ഉണ്ടാകില്ല. അതിനുള്ള പേസ്റ്റൊക്കെ ഉണ്ട്. പെറ്റിക്കടയിൽ പോകുമ്പോൾ അറിയാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ മോൻ്റെ ക്രീം കേട്ടോ. ഇത് കാൽപാദത്തിലും കൈപ്പാദത്തിലും നമ്മൾ തേച്ച് കൊടുക്കും. ഇത് കണ്ടോ. അപ്പോൾ സോഫ്റ്റ്നെസ് ആയിരിക്കും. പിന്നെ ഇവൻ പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ ഞാൻ ടിഷ്യൂ പേപ്പറുടെ കൈയും കാലൊക്കെ തുടക്കും. അങ്ങനെ കേട്ടോ. അപ്പിയിട്ട് വരുമ്പോൾ ബാക്കൊക്കെ തുടച്ച് കൊടുക്കും, വാലൊക്കെ തുടച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മൾ നല്ലതായിട്ട് മെയിൻറ്റെയിൻസ് ചെയ്തിരുന്നാൽ നല്ലതായിട്ട് കൊള്ളാം കേട്ടോ. ഇവരെ നല്ലതായിട്ട് മെയിൻറ്റെയിൻസ് ചെയ്യണം. അല്ലാതെയൊന്നും പറ്റിയൊന്നുമില്ല. അല്ലാതെ ഇങ്ങനെ അഴിച്ചു വിട്ട് അങ്ങനെയൊക്കെ എന്നിട്ട് നിങ്ങൾ എന്തിനാണ് വീട്ടിൽ വളർത്തുന്നത്, നിങ്ങളുടെ കൂടെ കിടത്തണം എന്നൊക്കെ പലരും ചോദിക്കും. ഞങ്ങളുടെ കൂടെ കിടക്കുന്നതിന് ഞങ്ങളിങ്ങനെ ബെഡിൽ കിടത്തത് ഞങ്ങൾ അതിൻ്റേതായ നീറ്റ് ആൻഡ് ക്ലീനിലാണ് അവനെ നോക്കുന്നത്. അവന് ക്രീമൊക്കെ പുരട്ടി കൊടുത്തു. ഇനി പൗഡർ ഇട്ട് കൊടുത്തു. ഇനി ഇത് ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. ഡ്രസ്സ് ഇടട്ടെ. എൻ്റെ മോൻ ചുന്ദരനായി ഉടുപ്പൊക്കെ ഇട്ട് അയച്ചുവേ. ഒരു ഹായ് കൊടുത്തേ എല്ലാവർക്കും. ഹായ്. ഇന്ന് നല്ല ക്രീമൊക്കെ പുരട്ടിയ കൈയും കാലൊക്കെ ഒന്ന് കൊടുത്തേ. ഹായ് ഇന്ന് എല്ലാ സബ്സ്ക്രൈബേഴ്സിന് ഹായ് ഇന്ന് കൊടുത്തമ്മാ. ഗുഡ് ബോയ് കൊടുത്തേ. ഹായ് കൊടുത്തേ. അച്ചു ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ കൊടുത്തേ. അങ്കിൾമാർക്ക് ആൻറ്റിമാർക്കൊക്കെ ഹായ്. ഓ അതിൻ്റെ പറ്റി ഇഷ്ടപ്പെട്ടില്ലേ?
ഈ ഉടുപ്പ് വേണ്ടേ? ഇഷ്ടപ്പെട്ടില്ലേ പൊന്നിന്? ഡെയിലിയുള്ള എൻ്റെ മോൻ്റെ റൂട്ടീനാണ് കേട്ടോ. കാരണം ഭക്ഷണം കൊടുക്കുക, അവനെ പല്ല് തേക്കുക, അവനെ തുടച്ചെടുക്കുക, അവനെ പൗഡർ ഇടുക, അവനെ ക്രീം ഇടുക, അതിൻ്റെ ഡ്രസ്സ്. ഇപ്പോൾ തണുപ്പോൾ അതിൻ്റെ ഡ്രസ്സ് മാറ്റുന്നു. നമ്മൾ ചൂട് വരുമ്പോൾ ഡ്രസ്സൊന്നും ഇടില്ല. അവൻ ഓൾ ടൈം AC യിലായിരിക്കും കേട്ടോ ചൂട് വരുമ്പോൾ. ഇങ്ങനെ നോക്കി എന്നിട്ട് ദേ ഈ നിപ്പായിട്ടോ അതുകൊണ്ടോ നിൽക്കുന്ന സ്റ്റൈലും ഒക്കെ. ഒന്നീ പൊന്നു മോള് കയറി കിടക്ക്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കല്ലേ, കാലുവേദന എടുക്കൂലേ പൊന്നോ? ഒന്നീ മോളിൽ കയറി കിടക്ക് പൊന്നാ. ഇതൊന്നും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണോ കിടക്കുന്നത്? ഇതൊക്കെ എന്തോ സ്റ്റൈലാണ് കിടക്കുന്നത്. ഇങ്ങനെ കിടന്നാൽ കാല് വേദന എടുക്കൂലേ? 2 കാല് തറയിൽ തൂങ്ങി ഇങ്ങനെ ഇരിക്കുന്നു. സോഫയിൽ കയറി കിടക്കുന്ന പൊന്നാ, കയറി കിടക്ക്. അതാണ് ഒന്നീ മോളിൽ കയറി കിടക്ക് പൊന്നാ, ഇല്ലേ മമ്മിയുടെ മടി കിടന്നോ? ഇങ്ങനെ എന്താ കിടക്കുന്നത്? ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. എല്ലാവരെയും കൊണ്ടുവിടാൻ അവൻ സമർത്ഥനാണ്. അയ്യോ ഇത് കണ്ടോ, ഇത് കണ്ട എന്താ ചെയ്യണമെന്നോ ഉമ്മൻ കൊടുത്തേടാ കൊച്ചിന്. പാവാ ഏറി നിന്നെ ഉമ്മൻ കൊടുക്കണം. ചേട്ടൻ പോകണമെന്ന് പറയുമ്പോൾ അവന് സങ്കടമാണ്. ആട്ടം എൻ്റെ ചേട്ടൻ പോകുന്നതിൻ്റെ ഇത് കണ്ട കാണിക്കുന്നുണ്ട് എന്തൊക്കെയെന്ന് കൊച്ചിനെ. അയ്യോ നോക്കടാ. അയ്യോ ഇതിൻ്റെ കാണിക്കണേ ചേട്ടാ. ഏടാ കുപ്പിയൊക്കെ തട്ടി മറിക്കണേ ചക്ക. വാ തടയട്ടെ. ഇത് കണ്ടോ ചേട്ടൻ പോകുന്നതിൻ്റെ സന്തോഷം അവന്. ശരി പോട്ടെ ചേട്ടാ. ടാറ്റ വരാം നീ. ബാ ടാറ്റ വരാം. ടാറ്റ വരാം. ഓട്ടം കണ്ടില്ലേ അവൻ. പോയാ ചേട്ടൻ? ടാറ്റ പോയി ചേട്ടൻ. ബൈക്കുണ്ട്. ടാറ്റടാ കൊച്ച്. ഹെൽമെറ്റ് എടുത്തില്ലേ? ഓക്കെ ഫ്രണ്ട്സ്, ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. ചേട്ടൻ പോകുമ്പോൾ അവൻ്റെ സന്തോഷം കോലാഹലങ്ങളൊക്കെ കണ്ടോ എന്നിങ്ങനെയെന്ന്. ഇതൊക്കെയാണ് അവൻ്റെ സ്വഭാവം കേട്ടോ. ഡെയിലി നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് വരണ്ടേ. നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.